ലോകഭൂപടത്തിൽ നോക്കിയാൽ കിർഗിസ്ഥാൻ രാജ്യത്ത് ഒരു വലിയ അത്യന്തം ദുർഗമവും ക്ലേശകരവുമായ പ്രദേശമുണ്ട്. സമുദ്രതലത്തിൽ നിന്ന് 2000 മീറ്ററിന് മുകളിലുള്ള ഉയരത്തിൽ അതൊരു വലിയ ഭൂഗോളിക ഭിത്തിയോലെ കാണപ്പെടുന്നു. അവിടെ മനുഷ്യ സംസ്കാരം ഏകദേശം അവസാനിച്ചതുപോലെ തോന്നും. പ്രകൃതി തൻ്റെ ഏറ്റവും കഠിനമായ രൂപം അവിടെ ധരിച്ചിരിക്കുന്നു. മരങ്ങളില്ല, കൃഷി എന്ന വാക്ക് തന്നെയില്ല, സ്ഥിരമായി താമസിക്കുന്ന ജനങ്ങളുമില്ല. 4 ദിശകളിലും ഉണങ്ങിയ ബുഷ് ലാൻഡ് പോലുള്ള മഞ്ഞുമൂടിയ നിലം മാത്രം വ്യാപിച്ചു കിടക്കുന്നു. അവിടുത്തെ ശക്തമായ കാറ്റ് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തൊലിയെ തണുപ്പിച്ച് മരവിപ്പിക്കും. ഈ അപകടകരവും ഏകാന്തവുമായ ഭൂമിയിൽ ആരെങ്കിലും കുടുങ്ങിപ്പോയാൽ ജീവനോടെ രക്ഷപ്പെടുന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഈ നിശ്ശബ്ദതയ്ക്കും അപകടങ്ങൾക്കും നടുവിലും ജീവിതത്തിനായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുടുംബം ഇവിടെയുണ്ട്. പുറം ലോകം എത്തിപ്പെടാൻ കഴിയാത്ത ഈ ഗാഢമായ ഏകാന്തതയിൽ ആ കുടുംബത്തിലെ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള രാത്രിയിലെ ഓരോ നിമിഷവും സാമൂഹിക ബന്ധങ്ങളെ കടന്ന് ഒരു പ്രത്യേക ആസക്തിയാൽ നിറഞ്ഞ ബന്ധമായി മാറുന്നു. രാത്രിയിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ശാരീരിക മിഥുനം വെറും ശാരീരിക ആവശ്യം മാത്രമല്ല, അത് ഒരുവരെ ഒരുവർ ജീവനോടെ നിലനിർത്താനുള്ള ഏക ആധാരമാണ്. ശൃംഗാരക്രിയയിലൂടെ അവർ ഈ ബുഷ് നിലത്തും ജീവിതത്തിൻ്റെ ചൂട് അനുഭവിക്കുന്നു. തലസ്ഥാനമായ ബിഷ്കക്കിൽ നിന്ന് ഈ പ്രദേശത്തേക്കെത്താൻ 3 മണിക്കൂർ യാത്ര മതി. പക്ഷേ യഥാർത്ഥ ദൂരം കിലോമീറ്ററുകളിലല്ല, അത് അന്തരീക്ഷവും സാഹചര്യങ്ങളും തമ്മിലുള്ള അകലത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നഗരത്തിൻ്റെ വെളിച്ചങ്ങൾ പിന്നിൽ വീഴുമ്പോൾ നല്ല റോഡുകൾ ക്രമേണ അപ്രത്യക്ഷമാകുന്നു. അവിടെ നിന്ന് മുന്നോട്ട് വാഹനം ഓടിക്കുന്നത് തന്നെ റിസ്ക് ആകുന്നു. ചുറ്റുമെങ്ങും മനുഷ്യപ്രവർത്തനങ്ങൾ കാണാൻ കഴിയില്ല. വീടുകളില്ല, കടകളില്ല, വാഹനങ്ങളില്ല. ഏതെങ്കിലും പ്രശ്നം വന്നാൽ സഹായത്തിന് വിളിക്കാൻ ഒരു മാർഗവുമില്ല. ഇവിടെ മനുഷ്യൻ പൂർണ്ണമായും സ്വയം ആശ്രയിതനാണ്. ഈ മലകൾക്കിടയിൽ ഒരു സാധാരണ കൂടാരം പോലുള്ള വീട് കാണാം. പുറത്തുനിന്ന് നോക്കിയാൽ അത് താൽക്കാലിക നിർമ്മാണമായി തോന്നും. പക്ഷേ ഉള്ളിൽ ഒരു പൂർണ്ണ കുടുംബം താമസിക്കുന്നു. ഇതാണ് അവരുടെ വീട്. വീട്ടിൽ വൈദ്യുതി ലൈനില്ല, വെള്ള പൈപ്പില്ല, ഗ്യാസ് കണക്ഷനില്ല, മൊബൈൽ നെറ്റ്വർക്ക് പോലും പ്രവർത്തിക്കില്ല. പുറം ലോകവുമായുള്ള അവരുടെ ബന്ധം ഏകദേശം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഉള്ളത് അവരുടെ കൈകഴുത്തിലെ അധ്വാനവും ചുറ്റുമുള്ള പ്രകൃതി വിഭവങ്ങളുമാണ്. വൈകുന്നേരമാകുമ്പോൾ താപനില വളരെ കുറയുന്നു. അപ്പോഴാണ് ഈ വീടിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാവുന്നത്. ഉള്ളിൽ ഒറ്റ മുറി മാത്രമേ ഉള്ളൂ. അതിനുള്ളിലാണ് പൂർണ്ണ കുടുംബവും താമസിക്കുന്നത്. വെവ്വേറെ മുറികളില്ല, ആർക്കും സ്വകാര്യ സ്ഥലമില്ല. തറയിൽ കട്ടിയുള്ള പുതപ്പുകളും തലയണകളും വിരിക്കും. എല്ലാവരും ഒരേ നിരയിൽ കിടക്കും. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും ഒരുവരോടൊരുവർ അടുത്ത് കിടക്കും. കാരണം ശരീരത്തിൻ്റെ ചൂടാണ് ഏറ്റവും വലിയ ആധാരം. ഈ ഇരുട്ടിനും തണുപ്പിനുമിടയിൽ ഭർത്താവു ഭാര്യയ്ക്കിടയിലുള്ള ബന്ധം ഒരു പ്രത്യേക ചൂടോടെ നിറഞ്ഞിരിക്കും. രാത്രി ആഴത്തിലേക്ക് പോകുമ്പോൾ താപനില 0-നും താഴെ പോകും. അപ്പോഴവരുടെ ഇടയിലുള്ള അകലമില്ലാതാവും. തണുപ്പിൽ നിന്ന് സംരക്ഷണത്തിനായി അവർ ഒരുവരോടൊരുവർ ചേർന്ന് കിടക്കും. ആ ചേർന്ന് കിടക്കലിൽ തന്നെ ഒരു സ്നേഹം മറഞ്ഞിരിക്കുന്നു. അവരുടെ ഇടയിൽ വാക്കുകളുണ്ടാവില്ല. ഭർത്താവിൻ്റെ ചൂടുള്ള ശ്വാസങ്ങൾ മാത്രം ഭാര്യയുടെ തണുത്ത മുതുകിനെ ആശ്വസിപ്പിക്കും. ഇത് വെറും ആവശ്യം മാത്രമല്ല, ഈ ബുഷ് നിലത്ത് ഒരാളുടെ സാന്നിധ്യം തന്നെ അവർക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. മുറിയിൽ വെളിച്ചത്തിനായി ഗ്യാസ് ലാമ്പ് ഉപയോഗിക്കും. ആ വെളിച്ചം വളരെ ചെറുതായിരിക്കും, പക്ഷേ അവർക്കത് മതി. ഒരു ചെറിയ ജനറേറ്ററുമുണ്ട്, പക്ഷേ അതൊരിക്കലും ഓൺ ചെയ്യാറില്ല. കാരണം ഡീസൽ ഇവിടെ എളുപ്പം ലഭിക്കില്ല. വൈകുന്നേരമായാൽ വീട് പൂർണ്ണമായി അടച്ചുപൂട്ടും. രാവിലെയാകുമ്പോൾ പൂർണ്ണ കുടുംബവും തങ്ങളുടെ ജോലികളിൽ മുഴുകും. ആദ്യം കിടക്കകൾ ക്രമപ്പെടുത്തും. പിന്നീട് വീട്ടുടമ പുറത്തിറങ്ങി വിറകുകൾ ശേഖരിക്കും. ഈ വിറകുകളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. വിറകടുപ്പിൽ തീ കത്തിച്ച ശേഷം അവൻ ജൂനിപ്പർ ചെടികൾ ഉണക്കി കത്തിച്ച് ആ പുക മുറി മുഴുവൻ പടർത്തും. ഇത് വെറും ശീലം മാത്രമല്ല, ഇതൊരു വിശ്വാസമാണ്. ഈ പുക വീട്ടിനെ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കുമെന്നും പ്രതികൂല ശക്തികളെ അകറ്റുമെന്നും അവർ വിശ്വസിക്കുന്നു. ഈ പാരമ്പര്യം അവരുടെ പൂർവികരിൽ നിന്ന് വന്നതാണ്. അതേസമയം ഇത് കീടങ്ങളെ അകറ്റുകയും മുറിയിലെ ദുർഗന്ധം നീക്കുകയും ചെയ്യും. ഈ അന്തരീക്ഷത്തിലാണ് കുട്ടികൾ വളരുന്നത്. അവർക്ക് വിദ്യാഭ്യാസം എന്നാൽ പുസ്തകങ്ങളല്ല, അനുഭവമാണ്. അവർ സ്കൂളിലേക്ക് പോകുന്നില്ല, വായിക്കാനോ എഴുതാനോ അറിയില്ല. പക്ഷേ ജീവിതത്തിന് ആവശ്യമായ കഴിവുകൾ പഠിക്കുന്നു. മൃഗങ്ങളെ പരിപാലിക്കൽ, കാലാവസ്ഥ മനസ്സിലാക്കൽ, മലകളിൽ വഴി കണ്ടുപിടിക്കൽ തുടങ്ങിയവ. അവരുടെ പൂർണ്ണ ജീവിതം ഈ പരിമിതമായ പരിധിക്കുള്ളിലാണ് കഴിയുന്നത്. അവർക്ക് സുഹൃത്തുക്കളില്ല, ഡിജിറ്റൽ ലോകമില്ല.
അവരുടെ സാമൂഹിക ജീവിതം കുടുംബത്തോട് മാത്രം ഒതുങ്ങുന്നു. വീട്ടിൽ അമ്മ ദിവസം മുഴുവൻ നിരന്തരം ജോലി ചെയ്യുന്നു. രാവിലെ ടീ ഉണ്ടാക്കുന്നു. ഈ തണുപ്പിൽ അത് ശരീരത്തെ ചൂട് നൽകാനുള്ള ഒരു മാർഗമാണ്. പ്രാതൽ സാധാരണയായി മാംസസൂപ്പും നൂഡിൽസുമായിരിക്കും. ഇവിടെ പച്ചക്കറികളും ഫലങ്ങളും ഏകദേശം ലഭിക്കാറില്ല. അവരുടെ പൂർണ്ണ ഭക്ഷണം കന്നുകാലികളെ ആശ്രയിച്ചിരിക്കുന്നു. മാംസം, പാൽ, അവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഈ കുടുംബത്തിന് നിരവധി തരം മൃഗങ്ങളുണ്ട്. പശുക്കൾ, കുതിരകൾ, ആടുകൾ, ഒട്ടകങ്ങൾ, കോഴികൾ. ഈ മൃഗങ്ങൾ വെറും ഭക്ഷണം മാത്രമല്ല, അവരുടെ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സു കൂടിയാണ്. അവർ അവയെ പോഷിപ്പിക്കുകയും പാൽ കറക്കുകയും സമയത്തിന് വിറ്റ് പണം സമ്പാദിക്കുകയും ചെയ്യുന്നു. പ്രാതൽ കഴിഞ്ഞാൽ ദിവസത്തിലെ ഏറ്റവും ക്ലേശകരമായ ജോലി ആരംഭിക്കുന്നു. വീട്ടുടമ തൻ്റെ മക്കളെ അടുത്ത ഗ്രാമത്തിലേക്ക് ഡീസലും ആവശ്യമായ സാധനങ്ങളും കൊണ്ടുവരാൻ അയക്കുന്നു. അവർ കുതിരപ്പുറത്ത് ഏറെ കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു. വഴി എളുപ്പമല്ല. നല്ല റോഡില്ല, മലമ്പാതകൾ മാത്രം. അവർ മാപ്പില്ലാതെ, ആധുനിക ഉപകരണങ്ങളില്ലാതെ തങ്ങളുടെ അനുഭവത്തിൽ നിന്നും, മലകളുടെ ആകൃതിയിൽ നിന്നും, നദികളുടെ ദിശയിൽ നിന്നും വഴി ഓർത്തുവെക്കുന്നു. വീട്ടിൽ ശേഷിക്കുന്ന അംഗങ്ങൾ തങ്ങളുടെ ജോലികളിൽ മുഴുകിയിരിക്കും. അമ്മ മൃഗങ്ങളുടെ പാൽ കറക്കും. പുരുഷന്മാർ അവയെ മേയ്ക്കാൻ പുറത്തേക്ക് കൊണ്ടുപോകും. ദിവസം മുഴുവൻ ഇതേ ജോലി തുടരും. പാചകം, വെള്ളം കൊണ്ടുവരൽ, മൃഗങ്ങളുടെ സംരക്ഷണം, വീട് നോക്കൽ. ഇവിടെ ഒഴിവു സമയമുണ്ടാവില്ല. ഓരോ നിമിഷവും ജോലിയോട് ബന്ധപ്പെട്ടിരിക്കും. ഉച്ചയ്ക്ക് സൂര്യൻ അല്പം ഉയരത്തിലെത്തും. പക്ഷേ ഇവിടെ ചൂട് എന്നാൽ തണുപ്പൽപ്പം കുറയുന്നത് മാത്രമാണ്. താപനില -5 മുതൽ -2 ഡിഗ്രി വരെ മാത്രമേ ഉണ്ടാവൂ. എങ്കിലും കുടുംബമെല്ലാം കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കും. വീടിനു പുറത്ത് ഓപ്പൺ സ്ഥലമുണ്ട്. അവിടെ മൃഗങ്ങളെ കെട്ടിവെക്കും. ഉടമ അവയെ മേയ്ക്കാൻ ദൂരേക്ക് കൊണ്ടുപോകും. അമ്മ ഓരോ മൃഗത്തിൻ്റെയും പാൽ കറക്കും. ഇടയ്ക്ക് ഭർത്താവ് ഭാര്യയുടെ ക്ഷീണിച്ച കൈകൾ പിടിക്കും. ആ സ്പർശം വെറും സഹാനുഭൂതി മാത്രമല്ല, അതൊരു ആഴമുള്ള ബന്ധമാണ്. രാത്രിയായാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആദ്യം പ്രാർത്ഥന ചെയ്യും. പുറത്ത് ഇരുട്ട് പൂർണ്ണമായി പടർന്നിരിക്കും. താപനില വേഗം കുറഞ്ഞുകൊണ്ടിരിക്കും. വീടിനുള്ളിൽ എല്ലാവരും ഒന്നിച്ചിരിക്കും. ഫോണില്ല, ടിവിയില്ല, ഡിസ്ട്രാക്ഷനില്ല, കുടുംബം മാത്രം. കുട്ടികൾ ആഴമുള്ള ഉറക്കത്തിലേക്ക് പോയ ശേഷം ആ ചെറിയ സ്ഥലത്ത് ഭർത്താവ് ഭാര്യയ്ക്കിടയിൽ മറ്റൊരു ചൂട് പടരും. പുറത്തെ ശക്തമായ തണുപ്പിനും ഉള്ളിലെ തീക്കുമിടയിൽ അവർ ഒരുവരോടൊരുവർ വളരെ അടുത്തു വരും. ചിലപ്പോൾ ഈ അടുപ്പം വെറും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല, ഒരാളുടെ കുറവ് നികത്താനും. തണുത്ത രാത്രികളിൽ ഒരാളുടെ കരങ്ങൾക്കുള്ളിൽ ചേർന്ന് അവർ ആ വൈകാരികവും ശാരീരികവുമായ ബന്ധം അനുഭവിക്കുന്നു. അത് അവർക്ക് ജീവിക്കാനുള്ള കാരണം നൽകുന്നു. പുറത്ത് കാറ്റ് ശക്തമായി വീശുമ്പോൾ ഉള്ളിൽ അടുപ്പിന്റെ മന്ദമായ തീ മാത്രമാണ് ഏക ആധാരം. പെട്ടെന്ന് നായ്ക്കൾ കുരച്ചാൽ ഉടമ ഉടനെ പുറത്തിറങ്ങി 4 ദിശകളിലും നോക്കും. ഓരോ രാത്രിയും ഈ ജാഗ്രതയുണ്ട്. കുറച്ചുനേരം കഴിഞ്ഞാൽ കുടുംബമെല്ലാം ഉറങ്ങാൻ തയ്യാറാവും. അമ്മ തൻ്റെ ചെറിയ കുഞ്ഞിനെ അടുത്തേക്ക് വലിച്ചു കിടത്തും. അച്ഛൻ കിടക്കുന്നതിന് മുമ്പ് ഒരു തവണ മുഴുവൻ മുറിയും നോക്കും. രാവിലെ ആയാൽ ഈ ചക്രം വീണ്ടും ആരംഭിക്കും. തണുപ്പ്, ജോലി, ഉത്തരവാദിത്തം. ഇവിടെ ജനിച്ച കുഞ്ഞ് അതേ ജീവിതം സ്വീകരിക്കാൻ നിർബന്ധിതനാവും. അവൻ്റെ ലോകം നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം. ഈ സൗകര്യങ്ങൾ നിറഞ്ഞ ലോകത്ത്, റിലേഷൻഷിപ്പുകൾ വാട്സാപ്പിൽ നടക്കുന്ന ഈ കാലത്ത്, ഈ കുടുംബം പോലെ വൈദ്യുതി, വെള്ളം, നെറ്റ്വർക്ക് ഇല്ലാത്ത ഈ മഞ്ഞു നരകത്തിൽ കുടുംബത്തോടൊപ്പം ജീവിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് പരാതി പറയാതെ ജീവിക്കാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ തീർച്ചയായും പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.